ആലീസിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടയ്ക്കാമരം കൊണ്ട് നിർമ്മിച്ച വളരെ രസകരമായ ഗേറ്റാണ് നമ്മെ ആദ്യം സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം 2 യക്ഷിപ്പനകൾ സ്വാഗതം ചെയ്യാനും അതിർത്തി കവാടങ്ങളായി 2 യക്ഷിപ്പനകളും ഒരു ആഞ്ഞിലിയും നിലകൊള്ളുന്നു. ഒപ്പം ഫെൻസായി ഓല മെടഞ്ഞതാണ്. ഫെൻസായി നാച്ചുറൽ ഫെൻസിങ് ആണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ആലീസിന്റെ അത്ഭുത ലോകത്തിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ചിരിക്കുന്ന കൃഷ്ണകിരീടങ്ങൾ, ചിരിക്കുന്ന പൂക്കൾ നമ്മെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കുല നിറഞ്ഞു തുടങ്ങിയ പപ്പായ വീണ്ടും വരുന്നു. എവിടെയും പച്ചപ്പിന്റെ അല്ലാതെ വേറൊന്നും കാണാൻ സാധിക്കുന്നില്ല. വഴിയിലേക്ക് ഏഴടിയോളം മാത്രം താഴ്ചയുള്ള ഒരു കിണർ, അതിൻ്റെ കപ്പികൾ എല്ലാം വളരെ നാച്ചുറലായി വളരെ രസകരമായാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. പലയിനം മരങ്ങൾ ചുറ്റും കാണാൻ സാധിക്കുന്നു. ഒരു ചക്ക ചിരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വളരെ രസകരമാണ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന അന്തരീക്ഷമെല്ലാം. 2 ഞാവൽ തൈകൾ അത്യാവശ്യം വളർച്ചയെത്തി, പക്ഷേ 1 വർഷത്തിൽ താഴെയേ പ്രായമുള്ളൂ. വാഴ, പലയിനം ഫലവൃക്ഷങ്ങൾ ആണ് ചുറ്റും കാണുന്നത്. അവിടെ ആ കാണുന്നത് കൃഷ്ണകിരീടത്തിനടുത്തായി കാണുന്നത് അത് ടിബറ്റൻ ഫ്ലാഗാണ്. യാത്രികരുടെ അടയാളമായ ടിബറ്റൻ ബുദ്ധിസ്റ്റ് ഫ്ലാഗാണ് അവിടെ കാണുന്നത്. എവിടെയും പച്ചപ്പ് മാത്രം. അങ്ങനെ വണ്ടർലാൻഡിലെ ഏറ്റവും അത്ഭുതം നിറഞ്ഞ അതിലേക്കാണ് നമ്മൾ ഇനി കയറുന്നത്. പറന്നുയരാൻ വെമ്പി നിൽക്കുന്ന ഒരു കൂറ്റൻ പക്ഷിയെ അനുസ്മരിപ്പിക്കുന്ന രൂപഭാവാദികളുള്ള, എത്ര മനോഹരം! ക്യാമറയിൽ ഒതുങ്ങാത്ത അത്രയും വലുതാണ്. ഈ കാണുന്നത് മെറ്റനോയ റിസോർട്ടിന്റെ 2 നിലകളാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോർ തുറന്നു വച്ചിരിക്കുകയാണ്. അതായത് ഇതൊരു ബ്രസീലിയൻ ശൈലിയാണ് കെട്ടിടത്തിന് ഉള്ളത്. ത്രികോണവും അതിനുള്ളിൽ ഡയമണ്ട് ഷേപ്പിലുമുള്ള വലിയ ഓപ്പണിംഗ് ആണ്. അതിലൂടെ നല്ല വായു സഞ്ചാരമുണ്ട്. ഇരിപ്പിടങ്ങൾ വളരെ രസകരമാണ്. ഇരിപ്പിടങ്ങൾ തെങ്ങ് വെട്ടി, മറഞ്ഞു വീണ തെങ്ങ് വെറുതെ വെട്ടി, അതാണ് നാച്ചുറൽ ഇരിപ്പിടങ്ങളായി വച്ചിട്ടുള്ളത്. കുടിവെള്ളം, ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ താഴെ നില വളരെ പ്ലെയിനായി വിട്ടിരിക്കുന്നു. കാരണം അതാണ് അതിൻ്റെ സൗന്ദര്യം എന്നതിനാലാണ്. വേണമെങ്കിൽ അത് കെട്ടിയടച്ച്, ഇത് 600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അത് ചുറ്റും കെട്ടിയടച്ചാൽ 2-3 മുറികളോ അടുക്കളയോ ഡ്രോയിങ് റൂമോ എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും അതിൻ്റെ സൗന്ദര്യം തുറന്ന ഇടങ്ങളാണ് എന്നതിനാൽ അതിനെ അങ്ങനെ വിടുന്നു. ഇതിന് സമീപത്ത് തന്നെയായി അവിടെ ദൂരെ ഒരു ഹാമക്ക് കാണാം. ആട്ടുതൊട്ടിൽ. വീട് ഒരു റിസോർട്ടിന്റെ ശൈലിയിൽ എല്ലായിടവും വിശ്രമ കേന്ദ്രങ്ങളായി ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുളവും കാണാം. ഇത് ഫലവൃക്ഷങ്ങൾ പലതും വലുതായി വരുന്നു. ഇത് പുറകുവശത്താണ്. അവിടെയും ചെറിയൊരു നാച്ചുറൽ ഗേറ്റ് കാണാൻ സാധിക്കും. അതും അടയ്ക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ പാളികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെയും കൃഷ്ണകിരീടത്തിൻ്റെ സൗന്ദര്യം കാണാം. ധാരാളം പച്ചപ്പുകൾ എവിടെയും കാണാം. നാച്ചുറൽ കുളം. കുളത്തിൽ വെള്ളം കുറവാണ്. ഇത്രമാത്രം മഴയുണ്ടായിട്ടും, മഴ പെയ്യേണ്ട സമയമായിരുന്നിട്ടും അല്പം പോലും മഴ പെയ്യാത്തതിനാൽ കുളത്തിലെ വെള്ളം വേനൽക്കാലത്ത് ഉണ്ടായിരുന്ന അതേ അളവിൽ മാത്രമേ ഉള്ളൂ. പരിതാപകരമാണ്. കഴിഞ്ഞ മഴക്കാലത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്ന ആ കുളമാണ്.
കുളത്തിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, കാരണം ചുറ്റുമുള്ള കുട്ടികളെല്ലാം വരുന്നതിനാൽ സേഫ്റ്റിക്കായി ലൈഫ് ബോയെയും അല്ലാത്തതുമായ സേഫ്റ്റി സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്നുള്ള മെറ്റനോയയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. പക്ഷിയുടെ ചിറകുകൾ പോലെ ഉള്ള 2 കൂറ്റൻ ജനാലകൾ, തുറന്ന ജനാലകൾ കാണാം. അങ്ങനെ നമ്മൾ ഇതുവഴി അതിൻ്റെ മുൻപിലായി കുറച്ച് ഒരു പപ്പായയും നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വർണ്ണ പൂക്കളുള്ള ഒരു ചെടിയും അവിടെയുണ്ട്. ഇതിലെയാണ് സ്റ്റെയർ കയറ് പാകിയതാണ്. ഇനി ഇരുട്ടാണ്. ബാക്കി രണ്ടാമത്തെ വീഡിയോയിൽ ഇടുന്നതാണ്.